ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അനിത. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ്. നിങ്ങൾ ഓൾറെഡി തമിഴിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ വിഷയറിൻ്റെ സെറമൈറ്റ് ലിപ് ബാമാണ്, ടിൻഡഡ് ലിപ് ബാമാണ്. ഇതിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ എനിക്ക് ചുമയുണ്ട് ഗൈസ്. സോ എൻ്റെ സൗണ്ട് എനിക്ക് ഈയിടെ പനി, ചുമ ജലദോഷമെല്ലാമായിരുന്നു, ഇതുവരെ മാറിയിട്ടില്ല. സോ സൗണ്ട് നിങ്ങൾക്ക് എത്രമാത്രം കേൾക്കാമെന്ന് എനിക്കറിയത്തില്ല. സോ ഞാൻ ആദ്യം അതൊന്ന് പറഞ്ഞതാണ്. നമുക്കിപ്പോൾ കറൻ്റ് മൈക്കില്ല. സോ അത് നിങ്ങൾക്ക് കുറച്ച് ഇപ്പം ഞാൻ ഹോസ്റ്റലിലും കൂടെയാണ്. അപ്പോൾ പുറത്ത് വണ്ടിയൊക്കെ പോകുന്നതിന് വെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ സൗണ്ടിനൊക്കെ കൂടുതലായിരിക്കും കേൾക്കുന്നത്. സോ ഞാൻ മുൻകൂട്ടി ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. സോ ആ ഒരു സൗണ്ട് നോയ്സ് ഇഷ്യൂസ് അതെല്ലാം ഒന്ന് ഇഗ്നോർ ചെയ്യണം കേട്ടോ. സോ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ ഐ എം നികിത. ആൻഡ് നമ്മുടെ ചാനലിൻ്റെ പേര് നികിത അൺഫിൽറ്റേർഡ് എന്നാണ്, നികിത അൺഫിൽറ്റേർഡ്. സോ അതിൽ ഞാനിങ്ങനെ ഡെയിലി വ്ളോഗ്സ് അങ്ങനെ പ്രത്യേകിച്ച് കണ്ടൻസ് ഒന്നും ഇല്ല. ഡെയിലി വ്ളോഗ്സാണ് കൂടുതലും ഇടാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് പിന്നെന്താ, ഓക്കെ, നിങ്ങൾ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എൻ്റെ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. സോ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പാക്കേജിങ്, ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ ആദ്യം ഓൺലൈനിൽ കണ്ടപ്പം ഇത് ഒരുപാട് വലുതായിട്ടാണ് വിചാരിച്ചത്. പക്ഷേ കഴിച്ചിട്ടിപ്പോൾ ഈ ചെറിയ ക്യൂട്ട് മിനി ടൈപ്പ് സാധനമാണ്. ഓക്കെ, ഇതിനകത്ത് ബെസ്റ്റ് പാർട്ട് ഇതാണ്. ഇതിനകത്ത് 50 SPF വരുന്നുണ്ട്. ഐ മീൻ SPF 50 വരുന്നുണ്ട്. PA++ ആണ്. ആൻഡ് ടിൻഡഡ് ആണ്. നമുക്കത് തുറന്ന് നോക്കുമ്പോൾ കാണിച്ചു തരാം. ആൻഡ് ഇവിടെ എഴുതിയിട്ടുണ്ട് ലൈറ്റൻസ് ആൻഡ് പ്രൊട്ടക്ട്സ്, സെറമൈഡ്സ് ഉണ്ട് ഇതിനകത്ത്. നമുക്ക് കോജിക് ആസിഡ്, നയസിനമൈഡ് ആൻഡ് വാട്ടർമെലൺ എന്നാണ് എഴുതിക്കുന്നത്. എനിക്കൊന്നില്ല വാട്ടർമെലൺ ആൻഡ് റാസ്ബെറിയുടെ ഫ്ലേവറാണ്. കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. റാസ്ബെറി വാട്ടർമെലൺ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഇത് തുറന്ന് നോക്കാം. വെരി ടൈനി ആൻഡ് ക്യൂട്ട്. ഇങ്ങനെയാണ് ഒരു വൈറ്റ് കളറിലെ ഒരു ക്യൂട്ട് മിനി ഒരു ബോട്ടിലാണ് വരുന്നത്. നമുക്കതിൻ്റെ കളർ നോക്കാം. കളർ അതിൻ്റെ മജന്ത ടൈപ്പ് കളറാണ്. നല്ലൊരു ഫ്രൂട്ടി ഫ്ലേവർ ആണ്. ഫ്രൂട്ടാണല്ലോ, ഫ്രൂട്ടി സ്മെല്ലാണ് ഇതിന്. തിന്നാൻ നമുക്കത് തേച്ച് നോക്കാം. ടിൻഡഡ് ആണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ എത്രമാത്രം ടിൻഡ് ഉണ്ട്, എത്രമാത്രം ടിൻഡഡ് ആണെന്നുള്ളത് നമുക്ക് തേച്ച് നോക്കിയിട്ട് പറയാം. ഞാനിതിപ്പോഴാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മൾ പൊട്ടിച്ചിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, ജസ്റ്റ് നോക്കിയിട്ടേ ഉള്ളൂ. ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ പോലെ എടുത്ത് അതിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ഇത് പൊട്ടിച്ച് യൂസ് ചെയ്തിട്ടില്ല. ചെറിയൊരു ചെറിയൊരു കളറുണ്ട്. എനിക്ക് ഒരുപാട് കളറുള്ള പോലെ തോന്നുന്നില്ല. അതിൻ്റെ മണം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഫ്രൂട്ടി സ്മെല്ലൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ ദിസ് വുഡ് ബി ഗ്രേറ്റ് ഓപ്ഷൻ. ഇത് നല്ലതായിരിക്കും. ഇത് എന്നോട് എൻ്റെ ചേച്ചി ഇത് യൂസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്കിങ്ങനെ പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു, അപ്പം അതെല്ലാം ഇത് യൂസ് ചെയ്തിട്ട് കുറയുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. സോ ഞാനിത് ഇപ്പോഴാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. സോ എനിക്ക് അതിനെപ്പറ്റി ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. ഞാൻ വേറൊരു വീഡിയോയിൽ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് പിഗ്മെൻറ്റേഷനൊക്കെ മാറിയെന്നുള്ളത് ഞാൻ പറയാം. എൻ്റെ ചേച്ചി പറഞ്ഞു അവൾക്ക് കുറേ പിഗ്മെൻറ്റേഷനൊക്കെ കുറേ മാറി കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാനിത് മേടിക്കുന്നത്. സോ ഷീ ഓർഡർ ഇറ്റ് ഫോർ മീ. അങ്ങനെ ഞാനിതിപ്പോൾ ഇപ്പോഴാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. സോ ഇത് പിഗ്മെൻറ്റേഷനൊക്കെ മാറുമെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഇപ്പം ഞാനിതിൻ്റെ എനിക്ക് യൂസ് ചെയ്തിട്ടുള്ള കറണ്ട് എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് ഞാൻ പറയാം. അത് വെച്ചിട്ട് സ്മൂത്താണ്. അത് തേക്കുമ്പോൾ എനിക്കൊരു ചെറിയ തരി പോലെ ഇങ്ങനെ തോന്നുന്നുണ്ട്. അത് പക്ഷേ ഇതിനകത്ത് പ്രത്യേകിച്ച് ഇങ്ങനെ വേറെ ഗ്രെയിൻസ് പോലെയൊന്നും ഇല്ല. ബട്ട് എനിക്ക് തേച്ചപ്പോൾ ഒരു എൻ്റെ ചുണ്ടിൻ്റെ ആണോന്ന് അറിയത്തില്ല, തേച്ചപ്പോൾ ഒരു ഗ്രെയിൻസ് ഇങ്ങനെ ഉള്ള പോലെയൊക്കെ തോന്നി. ആൻഡ് ഇതിൻ്റെ സ്മെല്ല് ഇസ് വെരി ഗുഡ്. ആൻഡ് ദ കളർ ഒരു പിങ്ക്, ഒരു ഡാർക്ക് മജന്ത പോലത്തെ ഒരു കളറാണ് ഇതിൻ്റെ, ഡാർക്ക് പിങ്ക് കളർ. ആൻഡ് SPF ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് തേച്ചിട്ട് വെളിയിലൊക്കെ ധൈര്യമായിട്ട് പോകാം. നമ്മളെപ്പോഴും ഫേസും ബോഡിയും മാത്രമല്ലേ നോക്കുന്നുള്ളൂ. ലിപ്പിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല. സോ
അങ്ങനെയുള്ളവർക്ക് ഇതൊരു, അതായത് ലിപ്പിനെ പറ്റി അധികം കെയർ ചെയ്യാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ഇത് മേടിച്ച് യൂസ് ചെയ്യണം. ബിക്കോസ് ഇതിനകത്ത് SPF ഉണ്ട്. ഞാൻ SPF ഉള്ള വേറെയും ലിപ് ബാംസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇതിൻ്റെ സ്മെല്ലും ആ ഒരു ടെക്സ്ചറും കളറും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരുപാട് പിഗ്മെൻറ്റഡ് ഒന്നും അല്ല. ആൻഡ് ഒരു മൈൽഡ് കളറും മൈൽഡ് സ്മെല്ലും, മൈൽഡ് ഒരു ഫ്രൂട്ടി സ്മെൽ എനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു. ആൻഡ് പിഗ്മെൻറ്റേഷനൊക്കെ മാറുമില്ല എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ ഒരു ജസ്റ്റ് ഇതിനെ പറ്റിയിട്ട് ഞാൻ പറയാം. ഒരു സെപ്പറേറ്റ് വീഡിയോ ഇതിന് വേണ്ടിയിട്ടൊരു വീഡിയോ ആയിട്ടല്ല, എൻ്റെ നെക്സ്റ്റ് വ്ളോഗിൽ ഞാൻ പറയാം ഇതിനെ പറ്റിയിട്ട് എങ്ങനെ പിഗ്മെൻറ്റേഷനൊക്കെ മാറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. സോ ഇതിൻ്റെ പ്രൈസിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. സോ പ്രൈസ് വരുന്നത് 299 ആണ്. സോ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഷെൽഫ് ലൈഫ് വരുമ്പോൾ ഇതിപ്പം എഴുതിയിരിക്കുന്നത് 7 മാസം 2025 ഇതിൻ്റെ മാനുഫാക്ചറിംഗ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. 24 months യൂസ് ബിഫോർ 24 months എന്നാണ് കൊടുത്തിരിക്കുന്നത് ഫ്രം മാനുഫാക്ചറിംഗ് ഡേറ്റ്. അപ്പം 7 മാസം 2025 അതുതൊട്ട് 24 മാസത്തിന് മുമ്പായിട്ട് നമ്മൾ ഇതിൻ്റെ ഉപയോഗം നിർത്തണം. പിന്നെ ഇത് ഡേറ്റ് കഴിഞ്ഞു. സോ അങ്ങനെ. അപ്പം നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ പോയി മേടിക്കാവുന്നതാണ്. സോ എനിക്കേതായാലും ഇത് ഇഷ്ടപ്പെട്ടു. സോ നിങ്ങളിങ്ങനെ SPF ഉള്ള ലിപ് ബാംസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഐ വിൽ റെക്കമെൻഡ് ദിസ്. ഇറ്റ്സ് ഗുഡ്. ആൻഡ് SPF ഉള്ള ലിപ് ബാംസ് പൊതുവേ കുറവാണ്. ഈയിടെയായിട്ട് കുറേ പുതിയ ബ്രാൻഡ്സിൻ്റെ ഒക്കെ വരുന്നുണ്ട്. അപ്പം നേരത്തെ ഇല്ലായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ SPF 50 ഉള്ള ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല. എനിക്ക് 15 SPF ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനകത്ത് 50 SPF ആണുള്ളത്. 50 SPF ആണുള്ളത്. ആൻഡ് PA++ ആണ്. സോ ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ്. സോ പിഗ്മെൻറ്റേഷനെ പറ്റിയിട്ടൊക്കെയുള്ള വീഡിയോ ഞാൻ അടുത്ത ഒരു വീഡിയോയിലായിട്ട് പറയാം. പിഗ്മെൻറ്റേഷനെ പറ്റിയിട്ട് അടുത്തൊരു വീഡിയോയിൽ പറയുന്നതാണ്. ആൻഡ് അപ്പം അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്ക് ഇതിൻ്റെ ഞാൻ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. സോ അത്രേ ഉള്ളൂ. എനിക്കൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം. സോ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. ടേക്ക് കെയർ.